ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നുന്നു. കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും, മനസ്സിലാവാത്തവരും ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഈ ഓഗസ്റ്റ് മാസം എല്ലാവരും പോകുന്നത് എങ്ങോട്ടാണെന്ന് അവർക്ക് അറിയൂ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലാൽബാഗിലാണ്. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നേരത്തെ ആണെങ്കിൽ നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഔട്ട്സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് വരാൻ. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലവർ ഷോ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഓഗസ്റ്റ് 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 18-ാം തീയതി വരെ ഉണ്ടാവും. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് പുഷ്പമേളയ്ക്ക് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ടൈമിംഗ്. അങ്ങനെ നമ്മൾ അകത്ത് വന്നു. കുറെ നടക്കാനുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വലിയ തിരക്കുകളൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ച് ടൈം കൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായി തുടങ്ങും. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് അവിടെ എടുക്കുകയാണ്. ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കാണെങ്കിൽ 70 രൂപയാണ്. അത് അവധി ദിവസങ്ങളിലാണെങ്കിൽ 80 രൂപയായിട്ട് മാറും. കുട്ടികൾക്കാണെങ്കിൽ 12 വയസ്സിൽ താഴെ ഉള്ളെങ്കിൽ 20 രൂപയേ ഉള്ളൂ. സ്കൂളിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. യൂണിഫോം ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫ്ലവർ ഷോ മാത്രമല്ല പുറത്തും നല്ല വെറൈറ്റി കളർ ഫ്ലവേഴ്സ് ആണ്. ഒരുപാട് വെറൈറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ഫ്ലവർ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കാണാനാണ് അനേകം പേര് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നഴ്സറിയും ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. അതുപോലെ വെജിറ്റബിൾസിന്റെ സീഡ്സും പ്ലാന്റും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. കുറെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ കയറി കണ്ടു. എല്ലാം നമുക്ക് കുട്ടികളെ കൊണ്ട് കാണാൻ വലിയ പാടാണ്, കാരണം അവര് വഴക്കുണ്ടാക്കും, എല്ലാം ഒന്നും പറ്റത്തില്ല. അപ്പൊ കുറച്ച് ഒക്കെ നമ്മൾ നോക്കി കാണുകയൊക്കെ ചെയ്തു. പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവെക്കാൻ സ്ഥലമില്ല. നമ്മൾ അപ്പാർട്ട്മെന്റിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇപ്പം അത്യാവശ്യം ഫ്ലവേഴ്സും കാര്യങ്ങളും ചെടികളും ഉള്ളതുകൊണ്ട് നമുക്ക് വാങ്ങിക്കൊണ്ടുപോയി വെക്കാനും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടു പോയതേ ഉള്ളൂ. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഫ്ലവർ ഷോ കാണാനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. പറയാൻ വാക്കുകളില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നവരുടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇച്ചിരി തിരക്ക് കുറവാ വേണോ? അതെ, നോക്കാം നമുക്ക്. ഇതുണ്ടോ, നല്ല രീതിയിൽ അവര് നീ എവിടെ വന്നേ? പിങ്കി എവിടെ വന്നേ? ഫ്ലവർ ഷോ കാണാൻ വന്നതാ? ഓക്കെ, ടിക്കറ്റ് ഒക്കെ എടുത്തോ? ആണോ? ഓക്കെ. ശരി, ബാക്കിലോട്ടെ. ചോദിക്കാല്ലേ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഓരോ വർഷവും ഓരോ തീമിലാണ് അവർ ഈ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തത്. ഈ വർഷം ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനിയായ റാണി ചിന്നമ്മയുടെയും സംഗോളി റയാന്റെയും ദേശസ്നേഹമാണ് ഈ ഒരു പൂക്കളാൽ ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ത്യാഗവും ദേശസ്നേഹവും പൂർണ്ണമായും പൂക്കൾ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദേശസ്നേഹത്തെയും ത്യാഗത്തെയും കുറിച്ച്
ഒരു ബോധവൽക്കരണത്തിനായി തന്നെ ഒരു തീം തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഓരോന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ പ്രതിമകളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൊട്ടാരങ്ങളും എല്ലാം ആഡ് ചെയ്താണ് അവർ നല്ല ഇത് കാണാനാണെങ്കിൽ അനേകം പേരാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ വലിയ തിരക്കായിട്ട് കാണത്തില്ല. സാറ്റർഡേ സൺഡേ ഒക്കെ ഒരു രക്ഷയില്ല, കാണാൻ നമുക്ക് വരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. കുട്ടികളെ കൊണ്ടൊന്നും നമുക്ക് അവിടെ കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നതാണ്. അതിനാണ് ഞങ്ങൾ നേരത്തെ വന്നത്. പക്ഷെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്നെങ്കിലും വീഡിയോ ഇട്ടില്ലേ പിന്നെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഈ ഒരു ഫ്ലവർ ഷോ നമുക്ക് കാണുമ്പോൾ മനോഹരമായിട്ട് തോന്നുമെങ്കിലും 3 മാസം മുമ്പ് ആരംഭിച്ച വർക്കാണിത്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് എന്ത് എഫേർട്ട് എടുത്തായിരിക്കും അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. 6 ലക്ഷം പൂച്ചെടികളാണ് ജോയി ഡയറക്ടർ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാട്, നന്ദി ഹിൽസ്, ഊട്ടി എന്നിവിടങ്ങളിലുള്ള നേഴ്സറികളിൽ നിന്നും അടിപൊളിയൊരു ഫ്ലവർ മോർണിംഗ് സണ്ണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. നമുക്ക് കാണുമ്പോൾ അറിയാം തിരക്കുകളായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറെ നേഴ്സറികൾ ഉണ്ടായിരുന്നു, കുറെ പ്ലാന്റുകളും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പ്ലാന്റുകൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കയറി നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് ഇറങ്ങി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫ്രഷ്മെന്റിന് വേണ്ടി ചായയും അതുപോലെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ആവുന്നതാണ്. കുറെ പേര് പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, വളമൊക്കെ വാങ്ങിക്കുന്നവരുണ്ടായിരുന്നു. നമ്മൾ നോക്കി കണ്ടെങ്കിൽ പോകുന്നു. അതിന് പുറത്ത് വന്നപ്പോഴാണ് ഒരാൾ പടം വരയ്ക്കുന്നത് കണ്ട് പിങ്കിക്ക് പടം വരയ്ക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. അങ്ങനെ പിങ്കി കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്ന് എന്തായാലും പിങ്കിയുടെ പടം അവർ വരച്ചു കൊടുത്തു. പക്ഷേ പിങ്കി തന്നെ ആണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. എന്തായാലും പുള്ളി വരച്ചു വന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഒരു സമയമായി, വൈകുന്നേരമായി. രാവിലെ 10 മണിയായപ്പോൾ കയറിയതാണ്, ഇറങ്ങിയപ്പോഴത്തേക്ക് 3 മണിയോളമായി. അപ്പം ഇത്രയേ ഉള്ളൂ. എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ